എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഈ ഒരു സെക്കൻഡ് ഫേസ് സ്പോർട്സ് കോട്ട പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് കോട്ട എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പ്രൊഫഷണൽ റാങ്ക് പരിശോധിക്കാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതായത് ഇൻസ്ട്രക്ഷൻ പ്രകാരം പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സ്പോർട്സ് കോട്ട സീറ്റുകളിലേക്കുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. കോളേജുകളിൽ ഹാജരാവേണ്ട തീയതി ജൂലൈ 26 തീയതിയാണ്. കേരള സർവകലാശാല 1-ാം വർഷ ബിരുദ പ്രവേശനം സ്പോർട്സ് കോട്ട സീറ്റിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് സ്പോർട്സ് കോട്ട എന്ന ടാബ് ഉപയോഗിച്ച് റാങ്ക് പരിശോധിക്കാവുന്നതാണ്. പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ ജൂലൈ 26-ന് അതായത് 26/7/2024 12 മണിക്ക് മുമ്പായിട്ട് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും സഹിതം അതത് കോളേജുകളിൽ ഹാജരാവേണ്ടതാണ്. ആദ്യഘട്ട റാങ്ക് ലിസ്റ്റിൽ റിപ്പോർട്ട് ചെയ്ത വിദ്യാർത്ഥികളെ പരിഗണിച്ച ശേഷം മാത്രമായിരിക്കും രണ്ടാം ഘട്ട റാങ്ക് ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികളെ പരിഗണിക്കുന്നത്. എല്ലാ കോളേജുകളിലും എല്ലാ കോഴ്സുകൾക്കും ഒരേ ഷെഡ്യൂൾ തന്നെയാണ് കൗൺസിലിംഗ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നിൽ കൂടുതൽ കോളേജുകളുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് കൗൺസിലിങ്ങിൽ പങ്കെടുക്കാൻ രക്ഷകർത്താവ് അല്ലെങ്കിൽ പ്രതിനിധിയുടെ സഹായം ഉപയോഗപ്പെടുത്താം. രക്ഷകർത്താവ് അല്ലെങ്കിൽ പ്രതിനിധിയാണ് ഹാജരാകുന്നതെങ്കിൽ അപേക്ഷയുടെ പ്രിൻ്റ് വിദ്യാർത്ഥി ഒപ്പിട്ട ഓതറൈസേഷൻ ലെറ്റർ എന്നിവ ഹാജരാക്കണം. ഓതറൈസേഷൻ ലെറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പകരം പങ്കെടുക്കുന്നതിനായിട്ട് അത് ഇന്നയാളെ നിങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഓതറൈസേഷൻ ലെറ്റർ എന്ന് പറയുന്നത്. വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ വഴിയോ അല്ലെങ്കിൽ ഈ ഒരു നമ്പേഴ്സിലോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അതുപോലെ സ്പോർട്സ് കോട്ടയിലേക്കുള്ള ഈ ഒരു അഡ്മിഷൻ നാളെ നടക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള ഏത് കോളേജാണ് ആ ഒരു കോളേജിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പോയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു അഡ്മിഷനിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒന്നിലധികം കോളേജിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ മറ്റൊരു കോളേജിലേക്ക് നിങ്ങളുടെ പ്രതിനിധിയെ അയക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.